ഹലോ, അസ്സലാമു അലൈക്കും. ഇപ്പം നമ്മൾ ഏകദേശം ഇതാ വിരിച്ച് കഴിയാനേ 3/4 ഭാഗം കഴിഞ്ഞിരിക്കണം. എന്നുണ്ടല്ലേ, സ്തൂപം താഴെ കൂടെ വെച്ചിട്ടുണ്ട്. അവിടുന്ന് ഞങ്ങൾ വീഡിയോ എടുത്തിരുന്നത്, ഫസ്റ്റ് വീഡിയോ എടുത്തത് അവിടെ നിന്നായിരുന്നു. അപ്പോൾ അതങ്ങനെ താഴത്തേക്ക് വിരിച്ച് വന്ന് ഇതാ ഈ ഒരു ഭാഗവും ഈ ഒറ്റൊരു ഭാഗം കൂടി വിരിച്ച് തീർക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിൽ നിന്ന് അവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു നെൽപ്പാടാണ്, വയലാണ്. ഈ വയലിൽ നമ്മൾ വരുന്ന സമയത്ത് ഇവിടെ ഫുള്ള് വെള്ളമായിനി. അവിടെ കാണുന്ന കെട്ടിൻ്റെ ഏകദേശം 3/4 ഭാഗം വെള്ളം ഉണ്ടായിനി. ഇവിടെയൊക്കെ വെള്ളം കയറിയ സ്ഥലമാണ് അവിടെ. അപ്പോൾ ഈ വീട് നല്ല ഹൈറ്റിൽ പൊന്തിച്ചിട്ടാണ് തറ കെട്ടിയിട്ടുള്ളത്. അടിയിൽ നിന്ന് ഫില്ലറൊക്കെ വെച്ച് പൊന്തിച്ചിട്ടാണ് ഈ വീടിൻ്റെ തറ ഉള്ളത്. ഒരു 6 അടി 7 അടി ഹൈറ്റിൽ കഴിഞ്ഞിട്ടാണ് തറ ഉള്ളത്. അതുവരെ അതിൻ്റെ മുകളിലേക്ക് ഫില്ലർ വെച്ച് കട്ട വെച്ച് കെട്ടിയിട്ടാണ് പൊന്തിച്ചിട്ടുള്ളത്. പിന്നെ ഇവിടുന്ന് നേരെ നോക്കിയാൽ അപ്പുറത്തേക്ക് നോക്കിയാൽ ഒരു വലിയ വയലാണെന്നാണ് പറയുന്നത്. പക്ഷേ ഒരു പുഴ മാതിരി കായലുമായിരിക്കും ഉണ്ട് അവിടെ കണ്ടിട്ട്. വെള്ളം കയറിയതാണ് സംഭവം. ഒരു നെൽപ്പാടാണത്. ഡിസംബർ മാസം ഏകദേശമൊക്കെ ആകുമ്പോഴത്തേക്ക് അവിടെ നെല്ല് വെക്കാൻ തുടങ്ങുന്നൊക്കെ പറയുന്നത് ഇവിടെയുള്ള ആൾക്കാർ പറഞ്ഞതാണ് അങ്ങനെ. പിന്നെ നമ്മളെ കൂട്ടത്തിൽ പണിയെടുക്കുന്ന ആൾക്കാരാണിത്. മുർഷി നമ്മളെ മേശിരിയാണ്, നൗഷാദ് ഹസൻ എന്നാണ് മൂപ്പരുടെ പേര്. വീഡിയോ കാണുന്നവർ ഇതുപോലെ വർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളോട് കോൺടാക്ട് ചെയ്യേണ്ടതാണ്. നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ഇത് അജ്മലാണ്. നമ്മൾ കോഴിക്കോട് കിണാശ്ശേരി പൂവാട്ടുപറമ്പൊക്കെ ആയിട്ടാണ് എല്ലാവരും. ഓടും എത്ര നേരാലെടുത്തു അജിന്റെ ഫോൺ തലവാ മേലെ കേട്ടെ. നമ്മളിപ്പോൾ ഉള്ളത് കോട്ടയത്ത്. മൂപ്പരിങ്ങനെ ഓട് വിരിച്ച് പോകുന്നുണ്ട്. ഓട് വിരിച്ച് പോകാന്ന് പറഞ്ഞാൽ താഴത്തുനിന്ന് ഓട് വെച്ചിട്ട് മൂലോട് വെച്ച് ഓരോന്ന് വെച്ച് തേച്ചിട്ട് പോരണം. ഇതിൻ്റെ കാഴ്ചഭാഗം അപ്പുറത്താണ്. മെയിൻ റോഡ് വരുന്നത് അപ്പുറത്തെ ഭാഗത്താണ്. അപ്പം അവിടെ നിന്ന് ഇങ്ങോട്ട് കാഴ്ചയുള്ളതാണ്. അപ്പോൾ നല്ല കറക്റ്റ് നൂലിന് കണക്കാക്കി വെച്ച് പോരും. നാല് അടിയിൽ നിന്ന് കാണുമ്പോൾ വൃത്തി ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്താ വെച്ചാൽ സ്ലോപ്പ് കൂടിയതായതുകൊണ്ട് നമ്മളെന്താക്കണോ ഓരോന്ന് വെച്ച് ആ മൂലോട് തേച്ച് പോരണം. പിന്നെ അങ്ങോട്ട് പോണ പരിപാടി ഇല്ല എന്നാണ് മൂപ്പര് പറഞ്ഞത്. അങ്ങോട്ട് പോകലെന്ന് പറഞ്ഞാൽ റിസ്ക്കാണ്. ഇതാണൊരു സുഖമുള്ള പണി, ഇങ്ങനെ എടുത്ത് പോരുന്നത്. സാധാരണ ഒക്കെ നമ്മൾ സ്ലാമിൽ വെക്കുമ്പോൾ ഫുള്ള് മൂലോട് വെച്ച് പീസൊക്കെ വെച്ചിട്ട് ലാസ്റ്റ് ഒരൊറ്റ തേപ്പ് തേക്കലാണ്. പക്ഷേ ഇത് സ്ലോപ്പ് കൂടിയോണ്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഏകദേശം അടുത്ത മൂലോട് വെക്കാനുള്ള രീതിയിൽ ഓട് വിരിച്ചെത്തിക്കുന്നത്. ഇനി അടുത്ത മൂലോട് വെക്കേണ്ടി വരും. ഇതാ ഇത്രയും ഹൈറ്റിലാണ് ഇതിൻ്റെ ലാസ്റ്റ് എൻഡ് വരുന്നത്. ഏകദേശം നമ്മൾ പകുതി വർക്ക് ഫിനിഷ് ആക്കിന്, പകുതിയോളം വർക്ക് ഫിനിഷ് ആയിക്കിന്. ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ ഓട് വിരിച്ച് ഇവിടെയൊക്കെ ക്ലിയർ ചെയ്ത് മൂലോടൊക്കെ വെച്ച് അതിൻ്റെ തേപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവിടെ വെച്ച മാതിരി ഒരു സ്തൂപം ഇവിടെയും വെക്കാനുണ്ടാവും. അതായത് താഴെക്കൂടം അത് ഇവിടെയും വെക്കാനുണ്ടാവും. അത് നമ്മൾ കുമ്മായത്തിൽ ഉറപ്പിച്ച് നല്ല സ്ട്രോകൾ കുമ്മായത്തിൽ ഉറപ്പിച്ച് വെക്കുക ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇത്രയും ഭാഗം കാണുന്നത് വിരിക്കാനുള്ളതാണ്. ഇത് നല്ല ഹൈറ്റിലുള്ളത്. ഇതിപ്പോൾ സ്ലാമെന്ന് ഈ സെൻറ്ററിൽ 20 അടിയൊക്കെ ഉണ്ടാവൂലേ? എത്ര അടി ഉണ്ട് ഏകദേശം? ഒരു 10-15 അടി 18 അടിയൊക്കെ ഉണ്ടാവും അല്ലേ? 18 അടി ഹൈറ്റിലൊക്കെ ഉണ്ട് ഇത് സ്ലാബിന്ന് മേലോട്ട്. പിന്നെ ഇതേപോലെ താഴത്തുണ്ട് ഈ സിറ്റ് ഔട്ടിൻ്റെ വർക്ക് എടുക്കാണ്ട്. അത് ഏകദേശം മുകളിലത്തെ പരിപാടി കഴിഞ്ഞാലുള്ളൂ ഈ ചുമരിൻ്റെ തേപ്പുകളൊക്കെ ചെയ്യാൻ കഴിയുള്ളൂ. വെള്ളം പുറത്താ ഒഴിവാക്കുക എന്നുള്ളതാണ് മെയിനായിട്ട്. അതുകൊണ്ടാണ് തേപ്പൊന്നും കഴിഞ്ഞില്ല. ഇത് നമ്മളെ ജയൻ പിലാത്തിക്കോൾ എന്ന് പറഞ്ഞ എഞ്ചിനീയർ വർക്കാണ് കോഴിക്കോടുള്ള.
ഇപ്പോൾ കോട്ടയത്താണ്, തിരുവഞ്ചൂർ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ ഫിനിഷിംഗ് ആയിട്ട് ഞാൻ വീണ്ടും വരും. ഇതാണ് റോഡുമെന്ന് കാണുന്ന ഫ്രണ്ട് സൈഡ്. ഈ വീടിൻ്റെ നമ്മൾ പണിയെടുത്തുകൊണ്ട് നിൽക്കുന്ന വീടിൻ്റെ ഫ്രണ്ട് സൈഡാണ് റോഡുമെന്ന് കാണുന്ന കാഴ്ച. നിങ്ങൾ